നടൻ സായി കുമാർ നമ്മോടൊപ്പമുണ്ട്. ശ്രീ സായി, എങ്ങനെ പറഞ്ഞറിയിക്കണം, എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല. കാരണം അത്രയും മേൽ ഹൃദയ വായ്പോടുകൂടി അങ്ങനെ അത്രത്തോളം നിമിഷങ്ങൾ ചലച്ചിത്ര രംഗത്ത് പങ്കിട്ടവരാണ് നിങ്ങൾ. എത്രയോ സിനിമകൾ അദ്ദേഹത്തിൻ്റെ. എങ്ങനെ പറയാൻ കഴിയുന്നു, അനുസ്മരിക്കാൻ കഴിയുന്നു? അത് എന്താണ് പറയേണ്ടതെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അദ്ദേഹം കുറച്ച് നാളായിട്ട് ഇങ്ങനെ സുഖമില്ല എന്നുള്ള കാര്യം അറിയാമായിരുന്നു. പക്ഷെ അത് ഇത്ര സീരിയസ് ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് അറിയില്ലായിരുന്നു. ഇന്നിപ്പം ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഫേക്ക് ആയിട്ടൊരു സംഭവം വന്നപ്പോഴും ഇവിടെ മനസ്സിരുന്ന് പ്രാർത്ഥിച്ചാണ് ഒന്നും സംഭവിക്കരുതേ. അത് അത് എന്താണ് പറയണ്ടേ, എന്റെ സിനിമ ജീവിതത്തിന്റെ തുടക്കത്തിന് കാരണക്കാരിലുള്ള ഒരാളാണ് ലതിക് സാറ്. അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ റാംജി റാവു എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹവും ലാൽ സാറും. അതൊക്കെ അന്നത്തെ ഇനി എനിക്ക് എന്താണ് വാക്ക് കിട്ടുന്നില്ല എനിക്ക് പറയാൻ. തീർച്ചയായും സായി അറിയാം. കാരണം ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച, ബാലകൃഷ്ണനിലൂടെ സായി കുമാർ എന്ന കഥാപാത്രത്തെ സമ്മാനിച്ച വ്യക്തി. അപ്പോൾ എത്രത്തോളം വൈകാരിക വായ്പ ഉണ്ടാകുമെന്നറിയാം. എങ്ങനെയാണ് ആ സിനിമയ്ക്കും അതിനുശേഷം എത്രയോ മുഹൂർത്തങ്ങൾ കടന്നു പോയിട്ടുണ്ട്, എത്രയോ ചിത്രങ്ങളിലൂടെയൊക്കെ തന്നെ ഭാഗവാക്കാകാൻ അങ്ങേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ സിദ്ദീഖ് എന്ന ആ മനുഷ്യനെ കുറിച്ച് എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? അയ്യോ, ഇത്രയും ശുദ്ധനായ, ഇത്രയും പച്ചയായ ഒരു മനുഷ്യൻ വേറെ ഇല്ല. അദ്ദേഹം എന്താ പറയണ്ട, എനിക്ക് അദ്ദേഹം വാക്കുകളില്ല. പറയുന്ന ഓരോ വാക്കും ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. അല്ലാതെ ഒരിക്കലും അദ്ദേഹത്തെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ. ഞാൻ അവരുടെ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഈ നിമിഷമെങ്കിലും അവരൊക്കെ മനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് അവിടെ ക്ഷമ ചോദിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹം എന്ത് പ്രയാസം ഉണ്ടെങ്കിലും പുറത്തറിയിക്കാത്ത ആളാണ്. എന്താ പറയാ, കുടുംബം, മക്കള്, അങ്ങനെ ഒരാളാണ്. അത് പച്ചയായ മനുഷ്യനാണ്. അത് മാത്രമല്ല തന്നെ നമുക്ക് ഭയങ്കര പ്രയാസം തോന്നുന്നു വെച്ചാൽ ഇന്നസെന്റ് ഏട്ടൻ, ആമുക്കോയ, ഇങ്ങനെ എന്താ പറയാ, നമ്മളെയോളം തോളോട് തോളൊരുങ്ങി നിന്നിരുന്നവരെല്ലാം ഇനി അവരെയൊന്നും അവർ ചെയ്തു വെച്ചിട്ടുള്ള സൃഷ്ടികൾ കൂടി നമുക്ക് അവരെ വീണ്ടും കാണാം, അല്ലെങ്കിൽ അവരെ വീണ്ടും ഓർമ്മിക്കാം എന്നുള്ളതല്ലേ ഒഴിച്ചാൽ ഇനി ഒരു പുതിയ ഒരു സംഭവം ആരംഭിക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത് ഉൾക്കൊള്ളാൻ ജഗദീശ്വരൻ അതിനുള്ള ധൈര്യവും അതിനുള്ള ആർജവും കൊടുക്കട്ടെ എന്ന് മാത്രമേ ഈ വേളയിൽ പ്രാർത്ഥിക്കാനുള്ളൂ.